ഇസ്ലാമിന് ആമായിട്ട് 3 കാര്യം വുജൂബാണ്. ഒന്ന് ഈമാൻ കാര്യങ്ങൾ 6ഉം അതിൻ്റെ തഫ്സീലും ചുരുങ്ങിയ തോതിൽ പഠിക്കൽ എല്ലാ മൂമിൻ്റെ മേലും ഫർളായിന. തഫാസീൽ വേണ്ടതില്ല. തഫാസീൽ ഉലമാ പഠിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് സംശയം തീർത്താൽ മതി. ഫിഖ്ഹും അങ്ങനെ തന്നെ. ഒരു മനുഷ്യന് മുത്താഖിരീങ്ങളുടെ കാലത്ത് 4 അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മദ്ഹബുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബ് അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീഅത്ത് ജീവിതത്തിൽ പകർത്തണം. ഈ 4ൽ ഏത് ത്വരീഖത്ത് മദ്ഹബ് എടുക്കുക. അതിൻ്റെ പുറത്ത് മുത്താഖിരീങ്ങളുടെ കാലത്ത് പറ്റൂല. കാരണം മുൻപുണ്ടായിരുന്നു വലിയ മദ്ഹബുകളൊക്കെ ഉണ്ടായിരുന്നു സഹാബത്തിനും താബീങ്ങൾക്കുമെങ്കിലും അതൊന്നും ആദ്യാവസാനം ക്രോഡീകരിക്കപ്പെടുകയോ അവരുടെ ഉസൂല് ഖവായിദുകൾ എന്താണെന്ന് അറിയപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ട് അത് ഇത്തിബാ ചെയ്യാൻ നിവൃത്തിയില്ല. പിൽക്കാലത്ത് ഈ 4 മദ്ഹബുമാണ് അതിൻ്റെ ഉസൂലും ഖവായിദും ഫുറൂഉം മുത്തവാത്തിറായ നിലക്ക് മുദവ്വനായിട്ട് നിലനിൽക്കുന്നത്. വെറും മുദവ്വനല്ല, മുത്തവാത്തിറായിട്ട് നിൽക്കുന്നത്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ച് നിത്യജീവിതം അനുഷ്ഠിക്കേണ്ടതും അതിന് വേണ്ട ഫർളായ ഫിഖ്ഹും പഠിക്കുക. കൂടുതലുള്ള ഉലമാ പഠിച്ചാൽ മതി. ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിച്ചു തീർക്കുക. 3ാമത്തേത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു കൊടുത്ത 2 തരം സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ദുസ്വഭാവങ്ങൾ, മറ്റൊന്ന് സൽസ്വഭാവങ്ങൾ. ഇത് ജന്മസിദ്ധമാണ്. അതിൽ തസവ്വുഫ് കൊണ്ട് അല്ലെങ്കിൽ തസ്കിയത്ത് കൊണ്ട് അല്ലെങ്കിൽ അഖ്ലാഖ് കൊണ്ട് 3 പേര് പറഞ്ഞാലും ഒന്ന് തന്നെ. അഖ്ലാഖ് എന്ന് പറഞ്ഞാലും തസവ്വുഫ് എന്ന് പറഞ്ഞാലും തസ്കിയത്ത് എന്ന് പറഞ്ഞാലും ഈ ദുസ്വഭാവങ്ങളെ സംസ്കരിച്ച് നന്നാക്കുകയും സൽസ്വഭാവങ്ങളെ പരിഷ്കരിച്ച് വളർത്തുകയും ചെയ്യാൻ ആവശ്യമായ ഫർള് ഐനായ തസവ്വുഫ്, ഫർള് ഐനായ ഫിഖ്ഹ്, ഫർള് ഐനായ അഖീദ, ഇത് ഒരുപാട് മുസ്ലിമാകാൻ ആവശ്യമാണ്. അഖീദയിൽ എന്തെങ്കിലും സംശയം വന്നാൽ ആലിമീങ്ങളോട് ചോദിച്ചു തീർത്താൽ മതി. ഫിഖ്ഹിൽ എന്തെങ്കിലും സംശയം നേരിട്ടാൽ ഉലമാവിനോട് ചോദിച്ചു തീർത്താൽ മതി. സ്വഭാവ ദൂഷ്യങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ നന്നാക്കിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുപദേശിക്കാൻ പറ്റുന്ന ശരീഅത്തും ഹഖീഖത്തും അംഗീകരിക്കുന്ന ഒരു മുറബ്ബി ഉണ്ടെങ്കിൽ മുറബ്ബി, ഇല്ലെങ്കിൽ ബറക്കത്തിൻ്റെ പേരിലെങ്കിലും തസ്കിയത്ത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സമീപിക്കുക. അസ്ല് 3ഉം വേണം. നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഫർളായിനായ ഫിഖ്ഹ്, അടിസ്ഥാനപരമായ ഈമാൻ കാര്യങ്ങളുടെ ഉസൂല്, അതുപോലെ തന്നെ സ്വൽസ്വഭാവങ്ങളും ദുർസ്വഭാവങ്ങളും മനസ്സിലാക്കാനും സൽസ്വഭാവങ്ങൾ വളർത്താനും ദുസ്വഭാവങ്ങളെ അകറ്റാനും വേണ്ട അസ്ലിയായ തസവ്വുഫ്. ഇത് 3ഉം എല്ലാവർക്കും വുജൂബ. എന്നാൽ ഇതിൻ്റെ പുറത്താണ് ത്വരീഖത്ത്. അതായത് തഫ്താൻ സാനി അല്ല, മറ്റേ ഇയാൾ സയ്യിദ് ഷരീഫ് തൻ്റെ തരീഫാത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൈറ് സുലൂക്ക് ചെയ്യുന്നവർക്കുള്ള ഖാസായ ത്വരീഖാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ അസ്ഹാബുൽ യമീൻ്റെ സാധാരണ മുസ്ലിമീങ്ങളുടെ അസ്ഹാബുൽ യമീൻ്റെ ത്വരീഖിലെത്താൻ ത്വരീഖത്ത് നിർബന്ധമില്ല, തസവ്വുഫ് ഉണ്ടായാൽ മതി. ഈ തസവ്വുഫ് 2ാം ക്ലാസ് എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് മദ്രസയിൽ. തസ്കിയത്ത് എന്ന പേരിൽ ചിലോല് തസവ്വുഫ് എന്ന പേരിൽ, മറ്റ് ചിലർ അഖ്ലാഖ് എന്ന പേരിൽ 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സാമാന്യ ജനങ്ങളെ അത് പഠിപ്പിക്കുന്നു. ആവശ്യമായ തസവ്വുഫ് അതിലുണ്ട്. ഇനി ഒരാൾക്ക് സൗകര്യങ്ങളൊക്കെ ഒത്തുവന്നു, ഒരു മുറബ്ബിയായ ശൈഖിനെ കിട്ടി, എന്നാൽ അദ്ദേഹം മുഖേന സൈറ് സുലൂക്ക് ചെയ്തുകൊണ്ട് അസ്ഹാബുൽ യമീൻ്റെ മേലെ പോയിട്ട് വസ്സാബിഖൂന സാബിഖൂൻ എന്ന ദർജയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആവശ്യമാണ്. അതിനൊരു മുറബ്ബിയായ ശൈഖ് മുഖേന ത്വരീഖത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ തർബിയത്തിലൂടെ മുന്നോട്ട് പോയാൽ അസ്ഹാബുൽ യമീനിൻ്റെ മേലേ ദർജയാവുന്ന വസ്സാബിഖൂന സാബിഖൂനിലെത്തണം. അപ്പം അതിന് സൗകര്യവും സാഹചര്യമൊക്കെ ഉള്ളവർക്ക് ത്വരീഖത്ത് വുജൂബാണ്. ഇല്ലാത്തവർക്ക് ത്വരീഖത്ത് വുജൂബില്ല. വുജൂബുള്ളത് തസവ്വുഫാണ്. തസവ്വുഫ് മദ്രസയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഫിഖ്ഹും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അഖീദയും പഠിപ്പിക്കുന്നുണ്ട്. അതേ സാധാരണ ജനങ്ങൾ അസ്ഹാബുൽ യമീൻ ആവശ്യമുള്ളൂ. മറ്റേ സന്ദർഭവും സാഹചര്യമൊക്കെ ഒത്തുക അതിന് പറ്റുന്നൊരു ശൈഖിനെയും കിട്ടിയാൽ എന്ത് ചെയ്യുക? അപ്പോൾ
ത്വരീഖത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ തർബിയത്ത് സ്വീകരിച്ച് പോവുക. അവിടെയും ഈ മൂന്നിനും എതിര് വരാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഖവായിദിനോ ഉസൂലിനോ ഇസ്ലാമിൻ്റെ ശരീഅത്തിനോ എതിരല്ലാത്ത നിലക്കുള്ള തർബിയത്തായിരിക്കണം.